എൻ്റെ നാട്ടിലൊരു ജാറമുണ്ട്. വിരല് ജാറം എന്നാണ് ആ ജാറത്തിന് അറിയപ്പെടുന്നത്. ആ ജാറം അറിയപ്പെടുന്നത്, ആ ജാറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദർ എന്ന പ്രദേശത്ത് വെച്ച് ബദർ യുദ്ധം നടന്നപ്പോൾ, ആ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹാബിയുടെ വിരലറ്റ് പോയി. ആ വിരലതാ 5000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഈ പറയുന്ന പ്രദേശത്ത് വന്ന് വീണതാണ്. അങ്ങനെ ഒരു മക്ബറയുണ്ട് കണ്ണൂർ ജില്ലയിൽ. പ്രിയപ്പെട്ടവരെ, എത്രയോ മക്ബറകൾ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഒഴുകി വന്നു എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിൽ ഒരു മക്ബറയുണ്ട്. ആരാണ് ഇവിടെ ഉള്ളത് എന്ന് അറിയാത്ത മക്ബറകൾ പോലും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവിടെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ, ഇവിടെ ആരെങ്കിലും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത മക്ബറകൾ പ്രിയപ്പെട്ടവരെ എത്രയോ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ മക്ബറകളുടെ ലക്ഷ്യം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ജനങ്ങളെ, മനുഷ്യന്മാരെ ആത്മീയമായി ഉന്നമനത്തിലേക്ക് നയിക്കുക എന്നതല്ല, മറിച്ച് അവരെ ചൂഷണം ചെയ്യുക എന്നതാണ്, അവരെ പറ്റിക്കുക എന്നതാണ്, ചതിക്കുക എന്നതാണ്. മനുഷ്യന്റെ 2 വികാരങ്ങളാണൊന്ന് പ്രതീക്ഷ, ഒന്ന് ഭയം. ഈ 2 വികാരങ്ങൾക്കും മനുഷ്യനെ വല്ലാതെ നിയന്ത്രിക്കാൻ കഴിയും. പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണെന്നറിയുമോ? ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുക, പടച്ച റബ്ബിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക, ഓടിപ്പോകുക. എന്തിനാണ് മനുഷ്യൻ പടക്കപ്പെട്ടത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ പടച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖ് വമാ ഉരീദു അൻ യുത്ഇമൂൻ, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം ആണ് ഭക്ഷണം നൽകുന്നവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, സകല ശക്തികളുടെയും സകല ഉപജീവനങ്ങളുടെയും ഉടമസ്ഥാവകാശം റബ്ബിന് മാത്രമാണ്. സകല ഉപജീവനത്തിന്റെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലാഹു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, കറകളഞ്ഞ ചൂഷണത്തിന് ഉപാധിയില്ലാത്ത ഒരു ആദർശമാണിത്. ഈ ആദർശത്തിന്റെ കടക്ക് കത്തിവെച്ചിട്ടില്ലാതെ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ കഴിയില്ല, മനുഷ്യനെ ചതിക്കാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് മാത്രം തിരിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ ചൂഷണം ചെയ്യാൻ യാതൊരു ഉപാധികളുമില്ല. കാരണം റബ്ബിന്റെ മുന്നിൽ, തൻ്റെ വീടിന്റെ ഉള്ളിലുള്ള മുറിയിൽ, അവിടെ വിരിച്ച നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട്, അവിടെ വിരിച്ച നിസ്കാരപ്പായിൽ സുജൂദ് ചെയ്തുകൊണ്ട്, റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ, എൻ്റെ കടങ്ങൾ നീ വീട്ടിത്തരണേ, എൻ്റെ രോഗത്തിന് നീ ശിഫ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭണ്ഡാരത്തിലും പൈസ ഇടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിലല്ലാതെ പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യമില്ല, അള്ളാഹുവിലല്ലാതെ ഭയമർപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ദർഗകളിലേക്ക് പോകുന്ന, മക്ബറകളിലേക്ക് പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 10,000 മനുഷ്യരെ പേടിക്കേണ്ടതുണ്ട്, 10,000 വലിയമാരെ പേടിക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം പണം നിക്ഷേപിക്കേണ്ടതുണ്ട്, അവരുടെ പൊരുത്തം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കേണ്ടതുണ്ട്. അവരുടെ കൃപാകടാക്ഷങ്ങളിലൂടെ അല്ലാതെ തങ്ങളുടെ ആഗ്രഹങ്ങളും ആശകളും നിറവേറ്റപ്പെടില്ല എന്ന പ്രതീക്ഷയും വെച്ച് പുലർത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ പണ്ഡിതവർഗമുണ്ടല്ലോ, ഈ വർഗം കേരളത്തിലും കർണാടകയിലുമുള്ള 10,000 വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഓരോ നാട്ടിലും പുതിയ പുതിയ മക്ബറകളും ജാറങ്ങളും ദർഗകളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു ദർഗയുണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആളുകൾ ഒഴുകിയെത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കറാമത്ത് കഥകൾ പറയേണ്ടതുണ്ട്, ഒരുപാട് സംഗതികൾ പറയേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കറാമത്ത് കഥകളുണ്ടല്ലോ, അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. എത്രയോ കഥകൾ അത്തരത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഫ്ലൈറ്റിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തൊട്ട് തലേ ദിവസം വിസ തീരുന്ന ഒരു മനുഷ്യനതാ ഫ്ലൈറ്റിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു. എന്നിട്ട് എത്തപ്പെടേണ്ട രാജ്യത്തെത്തുമ്പോൾ മേഘാവൃതമായതുകൊണ്ട് അവിടേക്ക് ഫ്ലൈറ്റ് ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം അയാളതാ മടവൂരിന്റെ പേരിലേക്ക് ഒരു ഫാത്തിഹ ഓതുകയാണ്. എന്നിട്ട് CM മടവൂരിനോട് സങ്കടം പറയുകയാണ്. എന്നിട്ട് അയാൾ സങ്കടത്തോടെ കിടന്നുറങ്ങിപ്പോയപ്പോൾ സ്വപ്നം കാണുന്നത് എന്താണ്? ആ ഫ്ലൈറ്റിന്റെ മുന്നിലതാ CM
മടവൂർ അതിന്റെ ഫ്ലൈറ്റിന്റെ തലപ്പ് പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അയാളങ്ങ് ഉറക്കമെഴുന്നേറ്റപ്പോൾ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, മേഘാവൃതമായ ആകാശം, ഇതാ ക്ലിയറായിരിക്കുന്ന, ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഇവിടെ തന്നെ ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് ആ വിമാനമതാ താഴേക്ക് പറന്നിറങ്ങുകയാണ്. മരിച്ചുപോയ വലിയമാരുടെ കറാമത്ത് കഥകൾ പറയുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം മറുപടി നൽകാൻ ഈ പറയുന്ന ശൈഖന്മാരും വലിയന്മാരും മതിയായവരാണ് എന്ന ചിന്ത സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിലൂടെ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിലേക്ക് തിരിയാനുള്ള സകല വാതിലുകളും അടച്ചു വെക്കുകയാണ്. റബ്ബിലുള്ള സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തുകയാണ്. അള്ളാഹുവിലുള്ള പ്രത്യാശകൾ മുഴുവൻ അടച്ചു കളയുകയാണ്. എന്നിട്ട് റബ്ബിനോടുള്ള പ്രതീക്ഷയ്ക്ക് പകരം 10,000-കണക്കിന് വലിയകളെയും 10,000-കണക്കിന് ശുഹദാക്കളെയും പകരം സ്ഥാപിക്കുകയാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജയിലിലെ കൂട്ടുകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ സ്വാഹിബൈ സിജ്ൻ അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ജയിലിലെ എൻ്റെ കൂട്ടുകാരെ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വിഭിന്നമായി കിടക്കുന്ന ഒരുപാട് ഇലാഹുകളാണോ, ഒരുപാട് റബ്ബുകളാണോ? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, സർവാധിപതിയായ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണോ ഏറ്റവും നല്ലത്? ഏകാധിപതിയായ റബ്ബിന്റെ മുന്നിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് കീഴ്പ്പെടുന്നവനാണോ യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത്? അതല്ല 10,000-കണക്കിന് വിഭിന്നമായ ഇലാഹുകളുടെ മുന്നിൽ, ആരാധ്യന്മാരുടെ മുന്നിൽ വഴിപ്പെടുന്നവനാണോ യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കറാമത്ത് കഥകളൊന്നും യാദൃച്ഛികമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉണ്ടാക്കപ്പെടുന്ന ഓരോ ദർഗകൾക്ക് പിന്നിലും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്താണെന്നറിയുമോ? മുസ്ലിമേ, നമ്മുടെ ഈമാനിനെ തകർത്ത് കളയുക എന്നതാണ്. ഈമാനിന്റെ ഒന്നാമത്തെ കാര്യമായ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തിന്റെ കടക്ക് കത്തിവെക്കുക എന്നതാണ് ഉയർന്നു വരുന്ന ജാറങ്ങളുടെയും ദർഗകളുടെയും മഖബറകളുടെയും പിന്നിലുള്ള ലക്ഷ്യമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന സിമന്റുകളും കുമ്മായങ്ങളും ഉപയോഗിച്ച് പടുത്തുയർത്തി എന്നിട്ട് അതിൽ കിടക്കുന്ന വലിയമാരെ കുറിച്ച് അതിശയോക്തി കലർത്തി ഒട്ടനവധി കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന ആളുകളെ ഈ ദർഗകളിലേക്ക് ഇവർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾക്ക് പിറകിലേക്ക് ചെന്നാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫറോവയുണ്ടല്ലോ, ഫിറഔൻ ഉണ്ടല്ലോ, ആ ഫിറഔനിന്റെ മുന്നിലും പിന്നിലും ഒരുപാട് ചക്രവർത്തിമാരുണ്ട്. അയാളുടെ മുന്നിൽ മരണപ്പെട്ടു പോയവരുടെ അയാൾക്ക് ശേഷവും ഫറോവ ചക്രവർത്തിമാരുണ്ടായിട്ടുണ്ട്. ഈ ഫറോവ ചക്രവർത്തിമാരെല്ലാം അവരുടെ അധികാരങ്ങൾ നിലനിർത്തിയത് എങ്ങനെയാണെന്ന് ചരിത്രം നമുക്ക് കൃത്യമായി പറഞ്ഞു തരും. ഈജിപ്ഷ്യൻ നാഗരികതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഫറോവ ചക്രവർത്തിമാരെ കുറിച്ച് അവരുടെ ചരിത്ര പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് അവർ സൂര്യപുത്രന്മാരാണ് എന്നാണ്, സൂര്യദേവന്റെ പുത്രന്മാരാണ് എന്നാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ദിവ്യമായ കഴിവുകളുണ്ട്, അമാനുഷികമായ കഴിവുകളുണ്ട് എന്നാണ്. അവരോട് എതിർത്ത് കഴിഞ്ഞാൽ ഭീകരമായ അപകടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ഈ പറയുന്ന ആളുകൾ ഫറോവ ചക്രവർത്തിമാരെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി? നാടിന്റെ വിദൂരമായ സ്ഥലങ്ങളിൽ പോലും ജീവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഫറോവ ചക്രവർത്തിമാരെ കുറിച്ച് വല്ലാത്തൊരു ഭയമുണ്ടായി, ഭക്തിയുണ്ടായി. ആ ഭയവും ഭക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ അധികാരങ്ങൾ കാലാകാലങ്ങളിൽ നിലനിർത്തുകയും ചെയ്തു. എന്നിട്ട് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ദർഗകളാണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ എന്ന് പറയുന്നത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡുകൾ. ഈ പിരമിഡുകൾ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. റോയൽ ഫാമിലിയിൽപ്പെട്ട, രാജകുടുംബത്തിൽപ്പെട്ട ഫറോവ ചക്രവർത്തിമാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ചക്രവർത്തിമാരെ അടക്കം ചെയ്യാനുള്ള ഖബറുകളായിരുന്നു, മഖബറകളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് വ്യത്യാസമാണുള്ളത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ നാടിന്റെ 4 മൂലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ദർഗകളുടെ പാരമ്പര്യം ചെന്ന് നിൽക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലല്ല, ഫിറഔനിലാണ്, നമ്രൂദിലാണ്, ഖാറൂനിലാണ്. ഇന്നലകളിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ മഹാധിക്കാരികളും അഹങ്കാരികളുമായ ഇബ്ലീസിന്റെ അനുയായികളിലാണ് ഈ പറയുന്ന ദർഗകളും മഖബറകളും ചെന്ന് അതിന്റെ പാരമ്പര്യം ചെന്ന് നിൽക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മൂസാ നബി
അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തുമായി കടന്നു വരുമ്പോ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മൂസാ നബിയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅമുറൂൻ ഖാലു അർജിഹ് വഅഖാ വഅർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ. ഫിർഔനിന്റെ രാജദർബാറിലുള്ള പ്രമാണിമാര് പറയുകയാണ്, ഇവൻ പഠിച്ച കള്ളനാണ്, ഇവൻ പഠിച്ച മാരണവിദ്യക്കാരനാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? മൂസാ നബിയെ കുറിച്ചാണ് പറയുന്നത്. ഇവൻ വന്നത് എന്തിനാണെന്നറിയുമോ? അവൻ കാണിക്കുന്ന മാജിക്കുകളിലൂടെ, അവൻ കാണിക്കുന്ന മാരണവിദ്യയിലൂടെ അങ്ങയെയും അങ്ങയുടെ കുടുംബത്തെയും ഈ സിംഹാസനത്തിൽ നിന്ന് ഇറക്കാമെന്നുള്ളതാണ് ഇവന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ അതുകൊണ്ട് അവനെയും അവന്റെ സഹോദരനെയും ആട്ടിപ്പുറത്താക്കിക്കൊള്ളുക, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഫിർഔൻ അവന്റെ അധികാരം നിലനിർത്തിയത് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചതിലൂടെയാണ്. ഇന്നിവരിതാ ജനങ്ങളെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നത് അത്ഭുത കഥകളാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകൾ, അതിശയോക്തികൾ നിറഞ്ഞ കഥകൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക. വിമാനം നിയന്ത്രിച്ച CM വലിയുള്ള, കപ്പൽ കേടായപ്പോ കപ്പൽ വന്ന് നന്നാക്കി കൊടുത്ത CM വലിയുള്ള, മക്കളില്ലാത്ത മനുഷ്യർക്ക് മക്കളെ കൊടുത്ത CM വലിയുള്ള, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദാരിദ്ര്യം മാറ്റിക്കൊടുത്ത CM വലിയുള്ള, ഇങ്ങനെ പറഞ്ഞ് 10,000-കണക്കിന് വ്യാജമായ കള്ളക്കറാമത്ത് കഥകൾ പറഞ്ഞിട്ട് ജനങ്ങളുടെ ഹൃദയത്തെ അവരെ ആശ്രയിക്കുന്നതിൽ അങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. അള്ളാനെ വിളിക്കാൻ ഇവർക്ക് പൈസ കൊടുക്കണ്ടല്ലോ. എന്നാൽ CM മടവൂരിന്റെ അടുത്ത് അനുഗ്രഹം കിട്ടണമെങ്കിൽ CM മടവൂരിന്റെ ദർഗയിലേക്ക് നേർച്ചയാക്കണം, അവിടേക്ക് പണം കൊടുക്കണം, അവിടേക്ക് പോകണം, അവിടെ സന്ദർശിക്കണം. പ്രിയപ്പെട്ടവര്, വ്യക്തമായ ദുൽമാണ്. ഈ ദുൽമ മനസ്സിലാക്കാത്തതാണ് മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനുള്ള പരിഹാരം എന്താണ്? സ്റ്റേജുകൾ മുഴുവൻ, മെഹ്റാബുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള കറാമത്ത് കഥകൾ കൊണ്ട് മുഖരിതമാകുമ്പോ നമുക്ക് പറയാനുള്ളത് എന്താണ് പ്രിയപ്പെട്ടവരെ? ആ കറാമത്ത് കഥകൾ അവിടെ നിൽക്കട്ടെ. അതിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നതിന് മുന്നേ ഈ പറയുന്ന സലഫികൾക്ക്, മുജാഹിദുകൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നാസ് വരെയുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട വചനങ്ങളുണ്ടല്ലോ, റബ്ബിനെ കുറിച്ച് വിശദീകരിക്കപ്പെട്ട വചനങ്ങളുണ്ടല്ലോ. ആ വചനങ്ങൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക എന്നതാണ്, പറഞ്ഞു കൊടുക്കുക എന്നതാണ്, പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. എത്രയെത്ര സൂറത്തുകളിലൂടെ, എത്രയെത്ര ആയത്തുകളിലൂടെയാണ് റബ്ബിന്റെ റുബൂബിയ്യത്തിനെ കുറിച്ചും ഉലൂഹിയ്യത്തിനെ കുറിച്ചും അസ്മാഉ വസിഫാത്തിനെ കുറിച്ചും കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുൽ കുർസി എത്രയോ ഫദലുള്ള ആയത്താണ്. നമ്മൾ എത്രയോ തവണ പാരായണം ചെയ്തതാണ്, എത്രയോ തവണ ഓതിയതാണ്. ഒരാൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസിയെ കൃത്യമായി പാരായണം ചെയ്താൽ മരണമല്ലാതെ സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ തടസ്സമുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ ആയത്തിന്റെ പ്രത്യേകത? ആ ആയത്തിൽ പറയുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്, അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു തൗഹീദുൽ ഉലൂഹിയ്യത്ത് പ്രഖ്യാപിച്ചിട്ടാണ്. ഇലാഹ് റബ്ബ് മാത്രമാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ജീവനുള്ളവനാണ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ്, മരണം സംഭവിക്കാത്തവനാണ്. 10,000-കണക്കിന് ബിംബങ്ങളുടെ മുന്നിൽ കാണാനോ കേൾക്കാനോ അറിയാനോ ഉപകരിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കാത്ത 10,000-കണക്കിന് ബിംബങ്ങളുടെ മുന്നിൽ നമ്രശിരസ്കരാകുന്ന 10,000-കണക്കിന് ബിംബങ്ങളുടെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന, ആ ബിംബങ്ങളോട് സങ്കടം പറയുന്ന, ആ ബിംബങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മനുഷ്യരോടാണ് പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ആരാധനയില്ല കേട്ടോ. അവൻ നിർജീവമായവനല്ല, അവൻ ഗുണമില്ലാത്തവനല്ല, ദോഷമില്ലാത്തവനല്ല, കാണാത്തവനല്ല, കേൾക്കാത്തവനല്ല, എന്നെന്നും ജീവനില്ലാത്തവനാണ്, ഒരിക്കലും നാശമില്ലാത്തവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവനെ ഉറക്കമോ മയക്കമോ ഒരിക്കലും തന്നെ പിടികൂടുകയില്ല. അവൻ ഒരു നിമിഷം പോലും അശ്രദ്ധനായി പോകുകയില്ല.
ഉറക്കമോ മയക്കമോ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ അവനെ പിടികൂടുകയില്ല. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടോ അത് അവൻ്റേത് മാത്രമാണ്. അവന്റെ ഉടമസ്ഥതയിലല്ലാത്തൊരു മണൽത്തരി പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? പലരും പണ്ട് പറയാറുണ്ട്, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ് ഇവരെന്ന് പറയാറുണ്ട്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ, ജിബ്രീലും മലക്കുകളും വരിവരിയായി ആ ദിവസത്തിൽ നിൽക്കുന്നതാണ്. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബാർക്കാണോ അനുവാദം നൽകപ്പെട്ടിട്ടുള്ളത്, ആ അനുവാദം നൽകപ്പെട്ട മനുഷ്യരല്ലാതെ മലക്കുകളല്ലാതെ ഒരാളും തന്നെ ഉരിയാടുകയില്ല, ഒരാളും തന്നെ സംസാരിക്കുകയില്ല, പറയാൻ കഴിയുകയില്ല. അല്ലാഹു പറയുകയാണ്, സ്വന്തം കാര്യം പോലും സമർത്ഥിക്കാൻ, സ്വന്തം കാര്യത്തിൽ ന്യായം പറയാനോ കളവ് പറയാനോ മനുഷ്യർക്കെന്ന് സാധ്യമല്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സ്വന്തം കൈകൾ അതിന്റെ കർമ്മത്തെ ഏറ്റുപറയുമ്പോ കാലുകളതാ സാക്ഷ്യം വഹിക്കുകയാണ്, കാലുകളതാ അത് സത്യപ്പെടുത്തുകയാണ്. എത്ര വലിയ മഹാനായാലും റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുന്നവരുടെ കരങ്ങളും കാലുകളുമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം കാര്യത്തിന് പോലും നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ആ ദിവസം ഒരാൾക്കും റബ്ബിന്റെ മുന്നിൽ അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. നിങ്ങൾ രഹസ്യമാക്കി വെച്ചോളൂ, പരസ്യമാക്കി വെച്ചോളൂ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുപോലെയാണ്. ഏത് കാര്യങ്ങളും അറിയുന്നവനാണ്, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എത്ര വലിയ മഹാനായാലും എത്ര വലിയ ആയാലും അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ നേടിയെടുക്കാൻ സാധ്യമല്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു, അല്ലാഹുവിന്റെ കയ്യിലാണ് നിഗൂഢതയുടെ അദൃശ്യത്തിന്റെ താക്കോൽ, അവനല്ലാതെ മറ്റാരും അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താലും റബ്ബിന്റെ ഈ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്, അവന്റെ പാദപീഠമാകട്ടെ ആകാശഭൂമികളെക്കാൾ വിസ്തൃതമാണ്. വലാ യഊദുഹു ഹിഫ്ദുഹുമാ, അതിന്റെ സംരക്ഷണം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള വിഷയമല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, അല്ലാഹു വലിയ രാജാതിരാജനാണ്, റബ്ബിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ, അല്ലാഹുവിലേക്ക് നമുക്ക് നേരിട്ട് പോകാൻ കഴിയുമോ? ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കരണ്ട് എടുക്കാറില്ലല്ലോ. ഓരോ വീടുകളിലേക്കും വ്യത്യസ്തമായ മെയിൻ സ്വിച്ചുകളല്ലേ ഉള്ളത്, അതിലേക്കല്ലേ കരണ്ട് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലുണ്ടല്ലോ. അതേപോലെ അല്ലാഹു രാജാതിരാജനാണ്. ഓരോ കാര്യങ്ങൾക്കും പടച്ച റബ്ബി ദുനിയാവിൽ ഓരോ വലിയമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഓരോ കാര്യകർത്താക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ വിളിച്ചാൽ മതി, അവരെ തേടിയാ മതി എന്നുള്ള ഞൊട്ടിന്യായങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അവരോടുള്ള മറുപടിയാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു പറയുന്നത് എന്താണ്? ഈ പറയുന്ന ആകാശങ്ങളും ഭൂമികളും മുഴുവൻ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിസ്തൃതമായ തന്റെ പാദപീഠമാകട്ടെ, ആ പറയുന്ന ആകാശങ്ങളും ഭൂമികളുമാകട്ടെ, വലാ യഊദുഹു ഹിഫ്ദുഹുമാ, അതിന്റെ സംരക്ഷണം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമല്ല. പടച്ച റബ്ബ് പ്രിയപ്പെട്ടവരെ അണ്ടകടാഹങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്, നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്, ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്, ഗാലക്സികളെ നിയന്ത്രിക്കുന്നവനാണ്, നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങൾ നിർണയിക്കുന്നവനാണ്. 10,000-കണക്കിന് മനുഷ്യൻ കണ്ടതും കാണാത്തതുമായ എത്ര പ്രപഞ്ചങ്ങളുണ്ടോ ആ പ്രപഞ്ചങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നവനാണ്. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് കോടിക്കണക്കിന് പ്രപഞ്ചത്തിൽ ഒരു കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു ഗാലക്സിയായ മിൽക്കി പഥത്തിലുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹത്തിൽ
ഒരു നക്ഷത്ര സമൂഹമായ ഒരു നക്ഷത്ര കുടുംബമായ സൗരയൂഥത്തിലുള്ള ആ സൗരയൂഥത്തിന്റെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8ഓളം ഗ്രഹങ്ങളിലൊരു ഗ്രഹമായ ഭൂമിയിലുള്ള 10,000-കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് റബ്ബിനെ വിളിച്ചാൽ ആ വ്യക്തിയുടെ സങ്കടങ്ങൾ അറിയാൻ, ആ വ്യക്തിയുടെ വേദനകൾ അറിയാൻ, ആ വ്യക്തിയുടെ നൊമ്പരങ്ങൾ അറിയാൻ അള്ളാഹുവിന് കൃത്യമായി സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുമ്പോഴും രാത്രിയുടെ ഇരുട്ടിൽ ഒരു പാറക്കെട്ടിനടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഉറുമ്പിന്റെ കാലൊച്ച പോലും കേൾക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിനുള്ള കോടിക്കണക്കിന് മരങ്ങളിൽ, കോടിക്കണക്കിന് ചില്ലകളിൽ, കോടിക്കണക്കായി വരുന്ന ഇലകളിൽ ഏതെങ്കിലും ഒരു ഇല ഞെട്ടറ്റുകൊണ്ട് താഴേക്ക് വീഴുമ്പോ അത് കൃത്യമായി അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്, എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കുന്നത്. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. മഹാസമുദ്രങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച്, അവന്റെ കലിമത്തിനെ കുറിച്ച്, കലിമാത്തുകളെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ കലിമത്തുകൾ തീരുന്നതിന്റെ മുന്നേ ആ കടലുകൾ വറ്റിപ്പോകുന്നതാണ്, ആ മഷികൾ തീർന്നു പോകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അതിന് സമാനമായ വീണ്ടുമുള്ള സമുദ്രങ്ങൾ കൊണ്ടുവന്നാലും അള്ളാഹുവിന്റെ കലിമത്ത് എഴുതി തീർക്കാൻ സാധ്യമല്ലെന്ന് റബ്ബ് പറയുമ്പോ അള്ളാഹുവിന്റെ അറിവ് എത്രമാത്രം വിശാലമാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുദ്റത്ത് എത്രമാത്രം വിശാലമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വഹുവൽ അലിയുൽ അദീം, അവൻ എല്ലാം അറിയുന്നവനും മഹോന്നതനുമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് സംസാരിക്കുന്ന ചില സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അത് അതിൻ്റെ ഉമ്മത്തിനോട് പറയുകയാണ്, മലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. കൂട്ടരെ, നിങ്ങൾക്ക് എന്താണ് പറ്റിപ്പോയത്? അള്ളാഹുവിന് നിങ്ങളൊരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ? അള്ളാഹുവിന് നിങ്ങളൊരു വഖാറത്ത് കൽപ്പിക്കുന്നില്ലേ? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ. അവൻ നിങ്ങളെ പടച്ചത് ഘട്ടം ഘട്ടമായിട്ടാണ്. അള്ളാഹുവിൻ്റെ പടപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഒരു 100 വർഷത്തിനപ്പുറം നമ്മളെങ്ങനെയായിരുന്നു? 100 കൊല്ലത്തിൻ്റെ മുന്നേ ജനിച്ച ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലല്ലോ. ഒരു 100 കൊല്ലത്തിനപ്പുറം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഏത് രീതിയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്? ഒരു 100 കൊല്ലത്തിനപ്പുറം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവനെക്കുറിച്ച് എഴുതാൻ കഴിയാത്ത, പറയാൻ കഴിയാത്ത, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് ശേഷം അവന് കണ്ണ് നൽകിയത്, കാത് നൽകിയത്, കാല് നൽകിയത്, കൈകൾ നൽകിയത്, കരൾ നൽകിയത്, കിഡ്നി നൽകിയത്, കൽബ് നൽകിയത്, ആത്മാവിന് നൽകിയത്, കാണാനും കേൾക്കാനും അറിയാനും ചിന്തിക്കാനും മനസ്സിലാക്കുവാനുമുള്ള സംവിധാനങ്ങൾ അവൻ്റെ ശരീരത്തിൽ ചെയ്തു കൊടുത്തത് അല്ലാഹുവാണ്. അതാണ് പടച്ചറബ് ഖുർആനിൽ പറയുന്നത്, വഖദ് ഖലഖകും അത്വാറാ. ഓരോ ഘട്ടങ്ങളായി അള്ളാഹു നമ്മളെ പടച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ എപ്പോഴാണ് നമ്മെ അറിയാൻ സാധിക്കുക? പടച്ചറബ് പറയുന്നുണ്ട്, ഹുവ അഅലമു ബിക്കും വഇദ് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാതികും ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖാ. നിങ്ങൾ എൻ്റെ മുന്നിൽ വലിയ ആളാവണ്ട, നീ എൻ്റെ മുന്നിൽ വലിയ ആളാവണ്ട, എൻ്റെ മുന്നിൽ നീ വലിയ പരിശുദ്ധി നടിക്കണ്ട. നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നീ മുളയെടുക്കുന്നതിൻ്റെ മുന്നേ, ഒരു ചെറിയ ജീവന്റെ നാമ്പായി നീ മുളച്ചു പൊങ്ങുന്നതിൻ്റെ മുന്നേ നിന്നെ എനിക്ക് കൃത്യമായി അറിയാം. എന്നിട്ട് ആ ഗർഭപാത്രത്തിനകത്ത് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പിന്നിടുമ്പോ ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. എപ്രകാരം നിന്റെ കണ്ണെങ്ങനെയാകണം, നിന്റെ തല എങ്ങനെയാവണം, നിന്റെ നെഞ്ചെങ്ങനെയാവണം, നിന്റെ വയറെങ്ങനെയാവണം, നിന്റെ നിറം എങ്ങനെയാവണം, നിന്റെ ബുദ്ധി എങ്ങനെയാവണം, നിന്റെ ശരീരപ്രകൃതി എങ്ങനെയാവണം, നീണ്ടവനാകണോ കുറിയവനാകണോ, മന്ദബുദ്ധിയാവണോ ബുദ്ധിയുള്ളവനാവണോ എന്നെല്ലാം അള്ളാഹുവാണ് നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പ്രോഗ്രാം ചെയ്തത്. എന്നിട്ട് നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നീ പുറത്തേക്ക് വന്നപ്പോ നിനക്കൊന്നും അറിയില്ലായിരുന്നു, കരയാൻ മാത്രമേ നിനക്കറിയുമായിരുന്നുള്ളൂ. എന്നാൽ ആ കരയാനുള്ള ശക്തി പോലും നിന്റെ തൊണ്ടക്കുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് കരയുമ്പോൾ കണ്ണടക്കണേ എന്ന് നിന്നെ പഠിപ്പിച്ചിട്ടാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പടച്ചോ നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. പ്രിയപ്പെട്ടവരെ, കുട്ടികൾ കരയുമ്പോൾ കണ്ണടക്കുന്നത് എന്തിനാണെന്നറിയുമോ? അവരുടെ കണ്ണിലൂടെ പുറത്തേക്ക് വരുന്ന കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് പുറത്തേക്ക് വരാതിരുന്ന് ആ കണ്ണുനീര് കൊണ്ട് തൊണ്ട നനയുന്നതിന് വേണ്ടിയാണ് പിഞ്ചു പൈതങ്ങൾ, ചോരപ്പൈതങ്ങൾ കണ്ണടക്കുന്നത്. ഈ സംവിധാനം ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ്. കരയാൻ മാത്രം അറിയുന്ന ശൈശവത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ചിരിക്കാൻ മാത്രം അറിയുന്ന ശൈശവത്തിന്റെ അവസ്ഥയിൽ നിന്ന് മെല്ലെ മെല്ലെ അവനതാ നിന്നെ ബാല്യത്തിലേക്ക് എത്തിക്കുകയാണ്. കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ജിജ്ഞാസയോടെ ചിന്തിക്കാനും പഠിക്കാനുമുള്ള ബുദ്ധിവികാസം നിനക്ക് എത്തുകയാണ്. ആ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് നിന്റെ ശരീരം മെല്ലെ മെല്ലെ മാറി വരുന്നു. ശരീരത്തിന് പല മാറ്റങ്ങളും വരികയാണ്, പല രൂപഭേദങ്ങളും വരികയാണ്. ആ കൗമാരത്തിൽ നിന്ന് നിന്നെ പിന്നെ അതാ യൗവനത്തിലേക്ക് എത്തുന്നു, യൗവനത്തിൽ നിന്ന് മധ്യവയസ്സിലേക്ക് എത്തുന്നു, മധ്യവയസ്സിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു, എന്നിട്ട് വാർദ്ധക്യത്തിൽ നിന്ന് പടുവാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. കരയാനും ചിരിക്കാനും മാത്രം അറിയുന്ന ശൈശവമുണ്ടല്ലോ, ആ ശൈശവത്തെക്കാൾ മോശമായ അവസ്ഥയിലേക്ക് അർദലിൽ ഉംറിലേക്ക് നീ മടക്കപ്പെടുകയാണ്. അർദലിൽ ഉംറിലി കൈലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ. എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നീ എത്തപ്പെടുകയാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ചതിന് ശേഷം സ്വന്തം മഹല്ലിലെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാത്തൊരവസ്ഥയിലേക്ക് നീ എത്തുകയാണ്. 10,000-കണക്കിന് സ്റ്റാഫിന്റെ പേര് മനസ്സിലാക്കിയ നീ, ആയിരക്കണക്കിന് കീഴിൽ പണിയെടുക്കുന്ന ജോലിക്കാരുടെ പേരുകൾ മനഃപ്പാടമാക്കിയ നിനക്ക് സ്വന്തം പേരക്കുട്ടികളുടെ പേര് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, സ്വന്തം പേരക്കുട്ടികളുടെ പേര് പോലും ഓർമ്മയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീ തിരിച്ചു പോകുകയാണ്. ഈ ജീവിതത്തിന്റെ ചക്രത്തെ നിർണയിച്ചവൻ അല്ലാഹുവാണ്, പടച്ചുറപ്പാണ്. ഖുർആനിൽ എമ്പാടും അല്ലാഹു അവന്റെ ഖുദ്റത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി. മനുഷ്യനവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആലോചിച്ചിട്ടുണ്ടോ ഇതെങ്ങനെ എൻ്റെ തിന്മേശയിലെത്തിയെന്ന്, എൻ്റെ പാത്രത്തിലേക്ക് ഇതെങ്ങനെ എത്തിയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു പറയുകയാണ്, അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബാ. വാനലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് എപ്രകാരമാണ് നാം മഴയെ വർഷിപ്പിച്ചത് എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടോ? സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖാ. മനുഷ്യന്റെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് നോക്കിയാൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ ഈ പറയുന്ന ഭൗമോപരിതലത്തിൽ സൂക്ഷ്മമായ വിള്ളലുകൾ ഉണ്ടാക്കി, ആ വിള്ളലുകളിലൂടെ വൈജാത്യങ്ങളാർന്ന വൈഭവങ്ങളാർന്ന പച്ചക്കറികളാകട്ടെ, പഴവർഗ്ഗങ്ങളാകട്ടെ, ധാന്യങ്ങളാകട്ടെ, മനുഷ്യനാവശ്യമുള്ള അവന്റെ കന്നുകാലികൾക്ക് ആവശ്യമുള്ള വ്യത്യസ്തമായ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപാദിപ്പിച്ചു തന്നവൻ ആരാണ്? ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി. മനുഷ്യനവന്റെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക്, അവന്റെ തീന്മേശയിലേക്കൊന്ന് നോക്കട്ടെ. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. മാന്യനായ നിന്റെ രക്ഷിതാവിനെ തൊട്ട് എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? അല്ലതി, എങ്ങനെയുള്ളവനാണവൻ? ഖലഖക ഫസവ്വാക ഫഅദലക. അവനാണ് നിന്നെ പടച്ചത്, അവനാണ് നിന്നെ ശരിപ്പെടുത്തിയത്, അവനാണ് നിന്നെ കൃത്യമായി രൂപാന്തരപ്പെടുത്തുകയും നിനക്കുള്ളതെല്ലാം നൽകുകയും ചെയ്തത്. നമ്മുടെ പടപ്പ് നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചാണ്, നമ്മുടെ ഭക്ഷണം നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചാണ്, ആകാശത്തേക്ക് നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചാണ്, ഭൂമിയിലേക്ക് നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചാണ്. റബ്ബിനെ സ്മരിപ്പിക്കാത്ത, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാത്ത ഒന്നും ഈ ഭൗമോപരിതലത്തിലോ ഈ മഹാപ്രപഞ്ചത്തിലോ ഇല്ല എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്, ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അത് മാത്രമല്ല കേട്ടോ, ഹദീസിന്റെ താളുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ കാരുണ്യത്തെക്കുറിച്ചും അവന്റെ വലിയ റഹ്മത്തിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുകയാണ്, ഖുൽ നബിയെ പറയുക, നബിയെ ചോദിക്കുക, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം ആരുടെ അധീനതയിലാണ്, ആരുടെ സംരക്ഷണത്തിലാണ്, ആരുടെ ഉടമസ്ഥതയിലാണ്? ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ലില്ലാഹ്, അല്ലാഹുവിനാണ്, പടച്ചറബിന് മാത്രമാണ്. എന്നിട്ട് നബിയെ പറഞ്ഞു കൊടുക്കുക, കതബ അലാ നഫ്സിഹിർ റഹ്മ, കതബ അലാ നഫ്സിഹിർ റഹ്മ, അവനവന്റെ സ്വന്തത്തിൽ കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്.
അള്ളാഹു അത് അവന്റെ സ്വന്തത്തിൽ കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു. അവനവന്റെ സ്വന്തത്തിൽ തന്നെ കാരുണ്യം എഴുതി ചേർത്തിരിക്കുന്നു. എത്ര സുന്ദരമായ വാക്കുകളാണിത് പ്രിയപ്പെട്ടവരെ. സമാശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പാരമ്യത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന റബ്ബിന്റെ വചനങ്ങളാണിത്. അള്ളാഹു അവന്റെ സ്വന്തത്തിൽ അതാ റഹ്മത്ത് എഴുതി ചേർത്തിരിക്കുന്നു. റഹ്മത്ത് അവന് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇതിന് തെളിവായി എത്രയോ ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 99 ആളെ കൊന്നൊരു മനുഷ്യനതാ പശ്ചാത്താപ വിവശനായ ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് പോകുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, 99 ആളെ കൊന്നൊരു മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കുമോ? ആ മനുഷ്യൻ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു സാധ്യതയുമില്ല, പുറത്തു കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. ആ പണ്ഡിതനെയും കൊന്നുകളഞ്ഞിട്ട് ഈ മനുഷ്യനതാ 100 തികക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുറെ കാലത്തിന് ശേഷം മറ്റൊരു പണ്ഡിതന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, 100 പേരെ കൊന്നു ഒരുത്തന് അള്ളാഹു പുറത്തു കൊടുക്കുമോ? പശ്ചാത്താപം നൽകുമോ? യഥാർത്ഥ അറിവും വിവരവുമുള്ള പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നു, തീർച്ചയായും റബ്ബ് പുറത്തു കൊടുക്കും. കാരണം അള്ളാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിൽ മറസൃഷ്ടിക്കാൻ ഞാൻ ആരാണ്? അള്ളാഹു അവന്റെ അടിമക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആരാണ് എന്ന് ആ പണ്ഡിതനത പ്രതികരിക്കുകയാണ്. എന്നിട്ട് വന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണത്? ഇപ്പൊ നീ ജീവിക്കുന്ന നാടുണ്ടല്ലോ, ഇപ്പൊ നീ ജീവിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ആ നാട്ടിൽ നിന്ന് നീ പലായനം ചെയ്യണം. എവിടേക്കാണ് പോകേണ്ടത്? എന്നാൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരതാ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കാലം കഴിക്കുകയാണ്, റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് നീ പോകണമെന്ന് ആ പണ്ഡിതനതാ ഉപദേശിക്കുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിനോടുള്ള പശ്ചാത്താപം കൊണ്ട് വിവശനായി തൗബയുടെ മനസ്സോടുകൂടി ആ മനുഷ്യനതാ പുറപ്പെടുകയാണ്. തൻ്റെ ഇത്രയും നാൾ ജീവിച്ച തെമ്മാടിത്തത്തിൻ്റെയും വൃത്തികേടിൻ്റെയും തോന്നിവാസത്തിൻ്റെയും നാട്ടിൽ നിന്ന് ആ മനുഷ്യനതാ പലായനം ചെയ്യുന്നു. ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പലായനത്തിനിടയിൽ ഈ മനുഷ്യന്റെ അവധി കഴിഞ്ഞു പോകുകയാണ്. അയാളുടെ മരണത്തിന്റെ സമയമെത്തുകയാണ്. സാധാരണ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഒന്നിക്കൽ റഹ്മത്തിന്റെ മലക്കുകളാണ് വരിക, അല്ലെങ്കിൽ അദാബിന്റെ മലക്കുകളാണ് വരിക. ഏതെങ്കിലും ഒരു വിഭാഗം മലക്കുകൾ മാത്രമേ മനുഷ്യന്മാരുടെ അടുത്തേക്ക് വരികയുള്ളൂ. റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും നൽകട്ടെ. എന്നാൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതകരമായ സംഭവമാണ് നടന്നത്. ഒരു ഭാഗത്ത് നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു, മറുഭാഗത്ത് നിന്ന് അദാബിന്റെ മലക്കുകൾ വരുന്നു. 2 മലക്കുകളും വരികയാണ്. എന്നിട്ട് അവർ പരസ്പരം തർക്കിക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, ഈ മനുഷ്യൻ തൗബ ചെയ്തവനാണ്, അള്ളാഹു ഇയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, മാപ്പ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ്. അദാബിന്റെ മലക്കുകൾ പറയുന്നു, ഇയാളുടെ തൗബ പൂർത്തിയായിട്ടില്ല, ഇയാൾ ആ നാട്ടിലേക്ക് എത്തിയിട്ടില്ല, എത്തിയെങ്കിൽ മാത്രമേ ഇയാളുടെ തൗബ പൂർത്തിയാവുകയുള്ളൂ, അതുകൊണ്ട് ഇയാൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ്. അള്ളാഹു അതാ 3ാമതൊരു വിഭാഗം മലക്കുകളെ ആ വഴിക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ അതാ മധ്യസ്ഥം വഹിക്കുകയാണ്. എന്താണ് മധ്യസ്ഥം? നിങ്ങൾ രണ്ടും തർക്കിക്കേണ്ടതില്ല. ഈ മനുഷ്യൻ എവിടേക്കാണ് കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് നോക്കുക. ഈ പറയുന്ന നല്ല മനുഷ്യർ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ നാട്ടിലേക്കാണ് ഇയാളുടെ കാൽപ്പാടുകൾ അടുത്തു നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുക. അതിൽ ഇയാളുടെ കാൽപ്പാടുകൾ അടുത്ത് നിൽക്കുന്നത് ഇത്രയും നാൾ ഇയാൾ ജീവിച്ച വൃത്തികേടിന്റെയും തോന്നിവാസത്തിന്റെയും നാട്ടിലേക്കാണെങ്കിൽ ഇയാളെ അദാബിന്റെ മലക്കുകൾ കൊണ്ടുപോകുക. സംഭവിച്ചത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ തീരുമാനം ആ മനുഷ്യന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകളുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നതായിരുന്നു. അളന്നു നോക്കിയപ്പോ ഏതാനും കാലടികളതാ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ നാട്ടിലേക്ക് അടുത്ത് കിടക്കുന്നു. റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ട്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അത്തറകൾ പൂശിക്കൊണ്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോയതായിട്ടാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതായിട്ടാണ്, ബർസഖിലേക്ക് കൊണ്ടുപോയതായിട്ട് പറഞ്ഞിട്ടാണ് ആ ഹദീസ് അവസാനിക്കുന്നത്. ആലോചോക്കങ്ങൾ പ്രിയപ്പെട്ടവരെ, 100 പേരെ കൊന്നൊരു മനുഷ്യനെ തന്റെ റഹ്മത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ് അള്ളാഹു പറയുകയാണ്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ, അതിര് കവിഞ്ഞുപോയ എൻ്റെ അടിമകളെ,
പാപങ്ങളിൽ അതിര് കവിഞ്ഞു പോയ എൻ്റെ അടിമകളെ, അവരോട് പറയാനാണ് അള്ളാഹു പറയുന്നത്. എന്താണ് പറയാൻ പറയുന്നത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ്, മാപ്പ് നൽകുന്നതാണ്. രണ്ട് രീതിയിലാണ് റബ്ബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. ഒന്നാമത്തെ രീതി അതിൻ്റെ കുദറത്തുകൾ കാണിച്ചിട്ടാണ്, ആകാശത്തെ കാണിച്ചിട്ടാണ്, ഭൂമിയെ കാണിച്ചിട്ടാണ്, മനുഷ്യന്റെ ശരീരത്തെ കാണിച്ചിട്ടാണ്, അവനവൻ നൽകിയ ഭക്ഷണത്തെ കാണിച്ചിട്ടാണ്. രണ്ടാമത്തെ രീതി അള്ളാഹുവിന് മനുഷ്യനോടുള്ള സ്നേഹത്തെ കാണിച്ചിട്ടാണ്, ആ സ്നേഹത്തെ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തിനാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ഞാൻ മതിയായവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അള്ളാഹുവിൻ്റെ അടിമക്കവൻ മതിയായവനാണ്. ജാറങ്ങൾ വേണ്ട, മക്ബറകൾ വേണ്ട, ഔലിയാക്കൾ വേണ്ട, അമ്പിയാക്കൾ വേണ്ട, ശുഹദാക്കൾ വേണ്ട, റബ്ബ് മാത്രം മതിയായവനാണ്, അള്ളാഹു മാത്രം മതിയായവനാണ്. ഈ ഒരു ആദർശം പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇത്രയേറെ റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലോ ഈ പറയുന്ന അള്ളാഹു പറഞ്ഞയച്ച അമ്പിയാക്കളുടെ ആ നുബുവത്തിന്റെ തെളിവായി പടച്ചറബ് അവർക്ക് കൊടുത്ത മുഅ്ജിസത്തിനെ തന്നെയാണ് ഈ ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഇവർ ഉപയോഗിക്കുന്ന ആയുധം. അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് അള്ളാഹു ചില ബഹുമതികളും ചില ആദരവുകളും കൊടുക്കാറുണ്ട്. അതിൻ്റെ പേരാണ് കറാമത്ത്. കറാമത്ത് ആർക്കാനുള്ളത്? ആ വലി എന്ന് പറഞ്ഞാൽ ആരാണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ നിങ്ങൾ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പാടില്ല കേട്ടോ, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവരുടെ പ്രത്യേകത ഈമാനും തഖ്വയുമുള്ളവരാണ്. പച്ച പുതപ്പ് പുതച്ചുകൊണ്ട് പിച്ചുമ്പേയും വിളിച്ചു പറയുന്നവനല്ല അല്ലാഹുവിൻ്റെ വലിയ, നിസ്കരിക്കാത്തവനല്ല അല്ലാഹുവിൻ്റെ വലിയ, മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടു പോയവനല്ല അല്ലാഹുവിൻ്റെ വലിയ, ഭ്രാന്ത് പിടിച്ചു പോയവനല്ല അല്ലാഹുവിൻ്റെ വലിയ. ഇങ്ങനെ ദുനിയാവ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് നടന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നവനല്ല അല്ലാഹുവിൻ്റെ വലിയ. ഇവൻ അല്ലാഹുവിൻ്റെ വലിയല്ല പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക. സാധാരണഗതിയിൽ പറയാറുണ്ട് സലഫികൾ അല്ലാഹുവിൻ്റെ വലിയനെ ഇകഴ്ത്തുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇകഴ്ത്തുന്നു എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇകഴ്ത്തുന്നത്? കുളിക്കാത്തവനാണ് ഔലിയ, നനക്കാത്തവനാണ് ഔലിയ, നഖം വെട്ടാത്തവനാണ് വലിയ, മുടിമുറിക്കാത്തവനാണ് വലിയ, ജട പിടിച്ച് നടക്കുന്നവനാണ് വലിയ, നിസ്കരിക്കാത്തവനാണ് വലിയ, നോമ്പെടുക്കാത്തവനാണ് വലിയ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അവിടെ ബില്ല് പോലും കൊടുക്കാത്തവനാണ് വലിയ, നിന്ന് മൂത്രമൊഴിക്കുന്നവനാണ് വലിയ, ഔറത്ത് മറക്കാത്തവനാണ് വലിയ, ഹറാമും ഹലാലും നോക്കാത്തവനാണ് വലിയ. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ വലിയകളെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് സലഫികളാണോ മുജാഹിദുകളാണോ? ഒരിക്കലുമല്ല. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ഈ വലിയകളുടെ ഔലിയാക്കളുടെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെയാണ്.